ഗൾഫ് മേഖലയിൽ ഇറാൻ ആക്രമണം ശക്തമാക്കുകയാണ്. ബഹ്റൈനിൽ 2 ഹോട്ടലുകളിലും 1 ഫ്ളാറ്റിലും ആക്രമണമുണ്ടായി. ഖത്തറിൽ കനത്ത ജാഗ്രത തുടരുകയാണ്. ജനങ്ങളോട് കെട്ടിടങ്ങൾക്കുള്ളിൽ തന്നെ തുടരാനാണ് നിർദ്ദേശം. ദോഹയിൽ നിരവധി സ്ഫോടന ശബ്ദങ്ങൾ കേട്ടുവെന്ന് റിപ്പോർട്ടുകളുണ്ട്. ഇതിനിടെ കുവൈറ്റിലെ US എംബസിയുടെ പ്രവർത്തനം അവസാനിപ്പിച്ചു. സൗദി അറേബ്യ 3 ബാലിസ്റ്റിക് മിസൈലുകളാണ് കഴിഞ്ഞ മണിക്കൂറുകളിൽ നശിപ്പിച്ചത്. US കരയുദ്ധം ആരംഭിക്കാൻ ഞങ്ങൾ കാത്തിരിക്കുന്നു എന്നാണ് ഇറാനിയൻ നാഷണൽ സെക്യൂരിറ്റി കൗൺസിൽ തലവൻ അലി ലാരിജാനി പറഞ്ഞത്. ഇതിനിടെ ഇറാന്റെ നേവിയെയും വ്യോമസേനയെയും പൂർണ്ണമായും തകർത്തുവെന്ന അവകാശവാദവുമായി ഡൊണാൾഡ് ട്രംപ് രംഗത്തെത്തി. The United States military, together with the wonderful Israeli partners, continues to totally demolish the enemy far ahead of schedule and at levels that people have never seen before, actually. We're destroying more of Iran's missiles and drone capability every single hour, knocking them out like nobody thought was possible. Their navy is gone. 24 ships in 3 days. That's a lot of ships. Their anti-aircraft weapons are gone. So they have no air force. They have no air defense. All of their airplanes are gone. Their communications are gone. Missiles are gone. Launches are gone. About 60% and 64% respectively. Other than that, they're doing quite well. I said, what's left? But they're tough and they want to fight. And they're calling, they're saying, how do we make a deal? I said, you're being a little bit late. And we want to fight now more than they do. And I'm once again calling on all members of the Iranian Revolutionary Guard, the military and the police, to lay down their arms. They're only going to be killed. And now is the time to stand up for the Iranian people and help take back your country. You're going to have a chance after all these years to take back your country. Accept immunity. We'll give you immunity. And we'll be giving you really the right side of history, because that's what it is. So you'll be perfectly safe with total immunity, or you'll face absolutely guaranteed death, and I don't want to see that. ഇറാനിലെ ജനങ്ങളെ മോചിപ്പിക്കാൻ വേണ്ടിയുള്ള പോരാട്ടം എന്നാണ് അമേരിക്ക പറയുന്നത്. അജയ് സുധാബിജു അതിന് കൂടുതൽ വിവരങ്ങൾ നൽകും. അജയ്, ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇറാൻ അവിടെ ചെറുത്തുനിൽപ്പ് മറ്റൊരു തരത്തിൽ നീക്കുകയാണ്. ഗൾഫ് മേഖലകളിൽ അല്ലെങ്കിൽ US ക്യാമ്പുകളുള്ള ഇടങ്ങളിൽ ആക്രമണം നടത്തുന്നു. പക്ഷേ അമേരിക്ക പറയുന്നു വ്യോമസേനയും നാവികസേനയും പൂർണ്ണമായും തകർന്ന് തരിപ്പണമായ സാഹചര്യത്തിലാണ് ഇറാൻ ഉള്ളത് എന്ന്. എന്താണ് യഥാർത്ഥ സാഹചര്യം? രാജ്യാന്തര മാധ്യമങ്ങൾ എങ്ങനെ റിപ്പോർട്ട് ചെയ്യുന്നു? എൽദോ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇപ്പോൾ US ബേസുകൾക്ക് നേരെയുള്ള ആക്രമണം അത് ഇറാൻ ഒന്നുകൂടി കടുപ്പിക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇപ്പോൾ ഏറ്റവും പുതുതായി ദോഹയിലുള്ള അൽ ഉബൈദ് എയർബേസിലേക്ക് അവർ ഒരു ഡ്രോൺ അറ്റാക്ക് നടത്തിയിരുന്നു. ഇത് ഖത്തറിൻ്റെ ഔദ്യോഗിക ഡിഫൻസ് മന്ത്രാലയം ഇത് തകർത്തതായിട്ട് വാർത്താക്കുറിപ്പ് പുറത്തിറക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ കുവൈറ്റിലും കനത്ത ജാഗ്രത തന്നെയാണ് തുടരുന്നത്. നിരവധി ബോംബ് ശബ്ദങ്ങൾ ഉൾപ്പെടെ കുവൈറ്റിൽ കേട്ടിരുന്നു. ഇതിനെ തുടർന്ന് ജനങ്ങൾ ജാഗ്രതാ നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. ആരും പുറത്തേക്ക് ഇറങ്ങരുതെന്ന് പ്രത്യേക നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. നേരത്തെ സൗദി അറേബ്യ 3 ബാലിസ്റ്റിക് മിസൈലുകൾ തകർത്തതായിട്ട് വിവരം നൽകിയിരുന്നു. ഇപ്പോൾ ഒരു ഇറാന്റെ ക്രൂയിസ് മിസൈൽ കൂടി അവർ തകർത്തതായിട്ടുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട്. ഇറാന് പുറമെ മറ്റ് ചില സായുധ ഗ്രൂപ്പുകൾ, അതായത് ഇറാഖ് കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ചില സായുധ ഗ്രൂപ്പുകൾ കൂടി US സേനയ്ക്ക് നേരെയുള്ള ആക്രമണം കടുപ്പിച്ചിട്ടുണ്ട്. അതായത് ഇറാഖിലുള്ള ഒരു സായുധ ഗ്രൂപ്പായിട്ടുള്ള ഇസ്ലാമിക് റെസിസ്റ്റൻസ് ഇൻ ഇറാഖ് പറയുന്നത് അവർ ഈ മിഡിൽ ഈസ്റ്റിലുള്ള മൊത്തം 27 അമേരിക്കൻ ബേസുകൾക്ക് നേരെ ആക്രമണം നടത്തിയെന്നാണ്. ഇതിൽ കുറച്ചൊക്കെ ഇറാനുള്ളിൽ തന്നെയുള്ള ഇറാഖിനകത്ത് തന്നെയുള്ള മിലിറ്ററി ബേസുകളാണ്. അതുപോലെ തന്നെ മറ്റ് രാജ്യങ്ങളിലുള്ള മിലിറ്ററി ബേസുകൾക്ക് നേരെയും ആക്രമണം നടത്തിയതായിട്ടാണ് ഈ ഇസ്ലാമിക് റെസിസ്റ്റൻസ് ഫോഴ്സ് അറിയിക്കുന്നത്. ഇത് ഇറാഖ് കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ഒരു സായുധ ഗ്രൂപ്പാണ് എന്നതാണ് ശ്രദ്ധേയമായിട്ടുള്ള കാര്യം.
അതുപോലെ തന്നെ ലെബനനിൽ ഇസ്രായേൽ നടത്തുന്ന ആക്രമണം അതും കടുത്ത രീതിയിൽ തന്നെ തുടരുകയാണ്. ബെയ്റൂട്ടിൻ്റെ തെക്കൻ മേഖലകളിൽ ഇപ്പോൾ ഇസ്രായേൽ ആക്രമണം കടുപ്പിച്ചതായിട്ടാണ് വിവരം ലഭിക്കുന്നത്. ബെയ്റൂട്ടിൽ നിരവധി സ്ഫോടന ശബ്ദങ്ങൾ തുടർച്ചയായി തന്നെ കേൾക്കുന്നുണ്ട്. ലെബനന്റെ തെക്കൻ പ്രദേശത്തെ ഗ്രാമങ്ങളിലും ആക്രമണം രൂക്ഷം തന്നെയാണ്. ഇതിനിടെ ഈ ലെബനനിലുള്ള ഹെസ്ബുള്ള ഗ്രൂപ്പ് ഇസ്രായേലിനെതിരെ വീണ്ടും കടുത്ത ഭാഷയിലുള്ള ഒരു ഭീഷണിയുമായി രംഗത്തെത്തിയിട്ടുണ്ട്. അതായത് വടക്കൻ ഇസ്രായേലിലുള്ള ജനങ്ങൾ എത്രയും വേഗം തങ്ങളുടെ വാസസ്ഥലങ്ങൾ ഉപേക്ഷിച്ച് പോകണം എന്നതാണ് ഹെസ്ബുള്ള നൽകുന്ന ഒരു നിർദ്ദേശം. ഈ ലെബനൻ അതിർത്തിയിൽ നിന്ന് 5 കിലോമീറ്റർ ചുറ്റളവിലുള്ള ജനങ്ങളോട് ഒഴിയാനാണ് നിർദ്ദേശം നൽകിയിട്ടുള്ളത്. ഹീബ്രു ഭാഷയിലായിരുന്നു ഈ ഒരു അനൗൺസ്മെന്റ് എന്ന് പറയുന്നത്. അതായത് ഇസ്രായേൽ ലെബനനകത്ത് നടത്തുന്ന ആക്രമണങ്ങൾ അത് തീർത്തും മാരകവും ഞങ്ങളുടെ ജനങ്ങളെ നശിപ്പിക്കുന്നതുമായിരുന്നു. അതുകൊണ്ട് തന്നെ ഇതിന് കൃത്യമായ മറുപടി അത് ഇസ്രായേലിന് നൽകും എന്നതാണ് ഈ ഹിസ്ബുള്ള ഗ്രൂപ്പ് അവകാശപ്പെടുന്നത്. ഇത് കാരണമാണ് ഇസ്രായേലിലെ ജനങ്ങളോട് ഒഴിഞ്ഞു പോകാൻ, അതും അതിർത്തി പ്രദേശത്ത് നിന്ന് 5 കിലോമീറ്റർ പരിധിയിലുള്ള ജനങ്ങളോട് ഒഴിയാൻ ഈ ഹീബ്രു ഭാഷയിൽ ഒരു നിർദ്ദേശം നൽകിയിട്ടുള്ളത്. എന്തായാലും ഇസ്രായേൽ നിലവിൽ അതിൻ്റെ പ്രതിരോധ മാർഗങ്ങളടക്കം സ്വീകരിച്ചു വരുന്നതായിട്ടാണ് വിവരം ലഭിക്കുന്നത്. അതുപോലെ തന്നെ ഈ ലെബനനിലുള്ള മരണസംഖ്യയും ഉയർന്നുകൊണ്ടിരിക്കുന്നതായിട്ടാണ് റിപ്പോർട്ടുകൾ. 123 പേർ ഇതിനോടകം മരിച്ചതായിട്ട് റിപ്പോർട്ടുകളുണ്ട്. 600-ലധികം പേർക്ക് പരിക്കേറ്റതായിട്ടും വിവരങ്ങൾ ലഭിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മൾ എല്ലാവരും ഒരുപാട് വിഷമത്തോടെ കേട്ടതാണ് മിനാബിലുള്ള 165 പെൺകുട്ടികളുടെ മരണത്തിനിടയായ ഒരു സ്കൂളിലേക്ക് നടന്ന മിസൈൽ ആക്രമണം. ഈ മിസൈൽ ആക്രമണം നടത്തിയത് US ആണ് എന്നുള്ള ഒരു വിവരം കൂടി ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. ഈ വിവരം പുറത്തുവിട്ടത് മറ്റാരുമല്ല, US മിലിറ്ററിയുടെ ഒരു അന്വേഷണ വിഭാഗമാണ് ഇക്കാര്യം പുറത്തുവിട്ടത്. അതായത് US-ന്റെ മിസൈൽ പതിച്ചാണ് ഈ സ്കൂൾ തകർന്നതെന്ന് സംശയിക്കപ്പെടുന്നുവെന്ന് US-ന്റെ മിലിറ്ററി വിഭാഗം തന്നെ പുറത്തുവിട്ട ഒരു പ്രസ്താവനയിൽ പറയുന്നുണ്ട്. എന്തായാലും എല്ലാവർക്കും വിഷമമുണ്ടാക്കിയ ഒരു സംഭവം തന്നെയായിരുന്നു ഇത്. അതുപോലെ തന്നെ ഈ ഹോർമുസ് കടലെടുക്ക് വഴിയുള്ള ഗതാഗതം അത് ഏറെക്കുറെ പൂർണ്ണമായിട്ടും നിലച്ച ഘട്ടത്തിലായിരുന്നു. ഈ ഒരു അവസ്ഥയിൽ ചൈന ഇറാനുമായിട്ട് ഒരു ചർച്ച നടത്തുകയാണ്. അതായത് ഹോർമുസ് കടലെടുക്ക് വഴി ഒരു ഭാഗികമായിട്ടെങ്കിലും കപ്പലുകളെ കടത്തിവിടണം, ഇതുവഴിയുള്ള ഈ ഓയിൽ റിക്രൂട്ട്മെൻറ്റ് അതിന് അനുകൂലമായിട്ടുള്ള സാഹചര്യം ഒരുക്കണം എന്നും ചൈന ഇറാനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. എന്തായാലും ഇറാൻ്റെ പ്രതികരണം എന്താകുമെന്ന് നിലവിൽ നമുക്ക് അറിയില്ല. എന്ത് സമീപനം സ്വീകരിച്ചു എന്ന് നമുക്ക് നിലവിൽ അറിയാൻ സാധിച്ചിട്ടില്ല. ചൈന എന്തായാലും ഇത്തരമൊരു ചർച്ച ഇറാനുമായിട്ട് നടത്തിയിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ അത് തീർച്ചയായിട്ടും മറ്റ് ഏഷ്യൻ രാജ്യങ്ങൾക്കും ഒരു ആശ്വാസകരം തന്നെയായിരിക്കും. അതുപോലെ തന്നെ ആയത്തുള്ള അലി ഖമനയുടെ പിന്തുടർച്ചാവകാശിയെ തിരഞ്ഞെടുക്കാൻ വേണ്ടിയിട്ട് ഇറാനിൽ അടുത്ത ഘട്ട ചർച്ചകൾ ആരംഭിച്ചു എന്നും വിവരമുണ്ട്. പ്രസിഡന്റ് മസൂഷ് പെസഷ്കിയാൻ്റെ നേതൃത്വത്തിലാണ് ഇത്തരം ചർച്ചകൾ ആരംഭിച്ചത്. അസംബ്ലി ഓഫ് എക്സ്പേർട്സിനെ, അതായത് 88 അംഗങ്ങളുള്ള അസംബ്ലി ഓഫ് എക്സ്പേർട്സിനെ വിളിച്ചു ചേർത്ത് പുതിയ ഈ താൽക്കാലിക ഭരണകൂടത്തിൻ്റെ കൂടി നേതൃത്വത്തിൽ പുതിയ പിന്തുടർച്ച അവകാശിയെ തിരഞ്ഞെടുക്കും എന്നതാണ് ഈ 4ാം ഘട്ട ചർച്ചയിൽ ഉരുത്തിരിഞ്ഞ് വന്നിട്ടുള്ള ഒരു കാര്യമെന്ന് പറയുന്നത്. നേരത്തെ 3 ഘട്ട ചർച്ചകൾ നടന്നിരുന്നു. ഇപ്പോൾ വീണ്ടും ചർച്ചയ്ക്കായി നേതൃത്വം കൂടിയിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. എന്നാൽ ആയത്തുള്ള അലി ഖമനയുടെ സംസ്കാരം എപ്പോഴാണ് എന്നതിനെ സംബന്ധിച്ചുള്ള വിവരങ്ങളൊന്നും നിലവിൽ പുറത്തു വന്നിട്ടില്ല. നേരത്തെ 2 ദിവസം മുൻപേ അതിൻ്റെ പ്രാർത്ഥനാ ചടങ്ങുകൾ ടെഹ്റാനിൽ വെച്ച് തുടങ്ങുമെന്ന് അറിയിച്ചിരുന്നു. നിലവിൽ അത്തരം വിവരങ്ങളൊന്നുമില്ല. ടെഹ്റാനിൽ ഇപ്പോഴും ആക്രമണം രൂക്ഷം തന്നെയാണ്. സ്ഫോടന ശബ്ദങ്ങൾ ഉൾപ്പെടെ കേൾക്കുന്നുണ്ട്. മിസൈൽ ആക്രമണം അത് ടെഹ്റാനിലേക്ക് അടുത്ത ഘട്ട മിസൈൽ ആക്രമണം ആരംഭിച്ചതായിട്ട് ഇസ്രായേൽ ഇതിനോടകം തന്നെ വിവരം നൽകിയിട്ടുണ്ട്. ഇതിനോടകം തന്നെ ഇറാൻ്റെ പല മേഖലകളിലും സംഘർഷം രൂക്ഷമായി തന്നെ തുടരുകയാണ്. ഇസ്രായേലും US-ഉം ആക്രമണം കടുപ്പിച്ചിട്ടുണ്ട്. US-ന്റെ സെൻട്രൽ കമാൻഡർ അവകാശപ്പെടുന്നത് 72 മണിക്കൂറിനിടെ ഇറാനുള്ളിലെ 200 സ്ഥലങ്ങളിൽ ആക്രമണം നടത്തിയതായിട്ടാണ്. അതുപോലെ തന്നെ US ആർമി അവകാശപ്പെടുന്നത് ഇറാൻ്റെ 30 നേവൽ ഷിപ്പുകളെ തകർത്തു എന്നതാണ്. പല ദൃശ്യങ്ങളും ഇതിനോടകം തന്നെ പുറത്തു വന്നിരുന്നു. അവരുടെ ഡ്രോൺ കാരിയറുകൾ ഉൾപ്പെടെ തകർന്ന് പോകുന്ന ദൃശ്യങ്ങളടക്കം പുറത്തു വന്നിരുന്നു. പല ഇറാൻ്റെ നിരവധി യുദ്ധവിമാനങ്ങളും അതുപോലെ തന്നെ ഫൈറ്റർ ഡ്രോണുകളും തകർത്തതായിട്ടും നിലവിൽ സൂചനകളുണ്ട്. എന്തായാലും ശക്തമായിട്ട് തന്നെ ഇത്തരം ഒരു ആക്രമണങ്ങൾ അത് കടുത്ത രീതിയിൽ
തുടർന്നുകൊണ്ടിരിക്കുന്ന പശ്ചാത്തലമാണ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറയുന്നത് US കൂടി സ്വീകാര്യനായിട്ടുള്ള ഒരു വ്യക്തിയെ മാത്രമേ ഇറാനിൽ അടുത്ത പിന്തുടർച്ച അവകാശിയായിട്ട് വരാനായി അനുവദിക്കുകയുള്ളൂ. ഒരിക്കലും മുജിത്തബ ഖമനയുടെ മകനായിട്ടുള്ള അദ്ദേഹം ഒരിക്കലും ഇറാന്റെ പുതിയ നേതാവാകുന്നത് അനുചിതമാകില്ല എന്നും ട്രംപ് സൂചിപ്പിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഇറാന്റെ നേവൽ സംവിധാനങ്ങളും അവരുടെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങളും പൂർണ്ണമായിട്ടും നശിപ്പിച്ചതായിട്ടാണ് ട്രംപ് അവകാശപ്പെടുന്നത്. നിരവധി സംവിധാനങ്ങൾക്ക് കേടുപാടുകൾ വരുത്തിയതായിട്ടും അദ്ദേഹം സൂചിപ്പിക്കുന്നുണ്ട്. എത്രയും വേഗം IRGCയുടെ സേനാംഗങ്ങളോട് കീഴടങ്ങാൻ ട്രംപ് ഒരു നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കീഴടങ്ങിയാൽ ഇവർക്ക് ജീവനെങ്കിലും തിരിച്ചു കിട്ടും എന്നതാണ് ട്രംപിൻ്റെ ഒരു കടുത്ത ഒരു ഭീഷണി എന്ന് പറയുന്നത്. എന്തായാലും സംഘർഷം അതിരൂക്ഷമായി തന്നെ ഇപ്പോഴും പശ്ചിമേഷ്യയിൽ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അജയ്, ഉറപ്പായിട്ടും അവിടെ വലിയ തോതിൽ സംഘർഷം അത് തുടരുന്നു. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.